തക്കാളി ചോറായിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പക്ഷെ ഒതന്റിക് ഒരു തക്കാളി ചോറൊന്നുമല്ല. അപ്പൊ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും ഞാൻ ഈ പ്രിഫറൻസ് കൊടുക്കുന്ന മക്കളുള്ളതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറാണ്. പക്ഷെ ഇത് തക്കാളി ചോറ് അങ്ങനെ എന്താ പറയാ, അത് ചെയ്യേണ്ട രീതിയിലാണോ ചോദിച്ചാൽ അല്ല. പക്ഷെ അതിന് ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം കുറച്ച് വലുത്, 2 കുറച്ച് മീഡിയം ടൈപ്പ്. ഇതേ കാണാമല്ലോ അല്ലേ. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ് കാണിക്കുന്നത്. ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത്രയും മതി. പിന്നെ നമുക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ഇത് ബട്ടറിൽ നമുക്ക് എണ്ണ വേണം. പിന്നെ ഒരു ബട്ടർ വേണം. എന്തായിരുന്നു എൻ്റെ പേര്? സോയാ സോസ് വേണം. കെച്ചപ്പ് ഉണ്ടെങ്കിൽ കേട്ടോ, കെച്ചപ്പ് ഉണ്ടെങ്കിൽ മതി. കാരണം ഇതിൽ നിങ്ങൾക്ക് കെച്ചപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളിയുടെ പ്യൂരി എടുത്തിട്ടാണ് ചെയ്യുന്നത്. തക്കാളി ഇതുപോലെ നമ്മൾ വഴറ്റിയിടുകയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഷുഗറും ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ എങ്ങനെ പറഞ്ഞ് നമുക്ക് ചെയ്തു പോവാം. ഓക്കെ. 3 തക്കാളി അല്പം വലിപ്പത്തിന് അരിയാണ് കേട്ടോ. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 4ആയിട്ട് മുറിച്ചാൽ മതിയായിരിക്കും. ഒരു തക്കാളിയുടെ ഒരു ഭാഗം കുറച്ച് കേടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് കളഞ്ഞു. ഇങ്ങനെ വലുതായിട്ട് അരിഞ്ഞു വെക്കാം. നമ്മൾ തക്കാളി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു 3 സ്ലൈസിലെ അതൊന്ന് മാറ്റി വെക്കണേ. നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ എടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ വെളുത്തുള്ളി, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കിന്നൊന്ന് പീൽ ചെയ്യാൻ പോലെ ഒന്ന് വറുത്തെടുക്കാം. വെളുത്തുള്ളിയും അങ്ങനെ തന്നെ. വെളുത്തുള്ളി സ്കിൻ പീൽ ചെയ്യണ്ട, പക്ഷേ വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കുക. അതേ ഇതുപോലെ. വെളുത്തുള്ളി നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം കേട്ടോ. ഇനി അത് കരിഞ്ഞു പോകണ്ട. കുറച്ച് വെളുത്തുള്ളി ഇത്രയും മതി. ഈ തക്കാളിയുടെ ഏകദേശം പരുവായിട്ടുണ്ട്. സ്കിന്നൊക്കെ പീൽ ചെയ്ത് വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നിർത്താം കേട്ടോ. ഒന്ന് തണുത്ത ശേഷം നമുക്കിതിൻ്റെ സ്കിന്ന് മാറ്റി ഇതിലേക്ക് ഇടാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. ആ പാനൊന്ന് മാറ്റണം, അല്ലെങ്കിൽ ആ പാനൊന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അതേ ഇതിൽ നമ്മുടെ ചോറിട്ട് ഇത് ഇളക്കരുത്. നമ്മൾ പാൻ വെച്ച് കത്തിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം ഒരു 1.5 ക്യൂബ് ബട്ടർ ഞാൻ ചേർക്കുന്നുണ്ട്. 2 ക്യൂബ് വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാനൊരു 1.5 എടുക്കുന്നുണ്ട്. അയ്യോ, എൻ്റെ 2 ക്യൂബും ഒന്ന് വീണ് പോയി കേട്ടോ. കുഴപ്പമില്ല, ഇച്ചിരി ബട്ടർ കൂടുതലിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പോലെ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ചോറിനനുസരിച്ചാണ് ഇത്. ഞാൻ പറഞ്ഞില്ല, 2 കപ്പ് ചോറിനുള്ള അളവാണ് ഞാനീ പറയുന്നത്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തതാണെങ്കിലും ഈ ബട്ടറിൽ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറി നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഈ സമയത്ത് ഒരു 1/2 to 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി വേണ്ടെന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ 1/2 കുരുമുളക് പൊടി വിട്ടൊരു കളിയില്ല. കുരുമുളക് പൊടി ചേർത്ത് എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുന്നു. പുളി നമ്മൾ ഓൾറെഡി നമ്മുടെ തക്കാളി പുളി ആയതുകൊണ്ട് അതിൽ കൂടുതൽ ചേർക്കണ്ട കേട്ടോ. 1 ടീസ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ പഞ്ചസാര. ഈ സോസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേ. ബട്ടറൊക്കെ നമുക്കിങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ ചോറാണിത് കേട്ടോ. ഇത് ബസ്മതിയോ അങ്ങനെ പ്രത്യേകിച്ച് ചോറൊന്നുമല്ല, സാധാരണ ചോറാണ്. അതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏത് റൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. വെള്ളയരി ഏതെങ്കിലും ആണെങ്കിൽ ചെയ്യാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് 2 കപ്പ്, ഞാൻ പറഞ്ഞില്ല 2 കപ്പ് ചോറാണ്. ചോറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അവസാനം 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് മതി, കുറച്ച് മതി, 1 ടീസ്പൂൺ വേണ്ട. ഇതിൽ നിങ്ങൾക്ക് കാഷ്യൂ ഇടാം, കപ്പലണ്ടി ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് വേണേലും ഇതിൽ ആഡ് ചെയ്യാം. കാഷ്യൂം കപ്പലണ്ടി ഒന്നും ചേർത്തിട്ടില്ല.
അങ്ങനെ എന്ത് നിങ്ങൾക്ക് ഇത് വേണോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാൻ നല്ലതാണ്. ഏത് ഡിഷ് വേണമെങ്കിലും എൻ്റെ കൂടെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ പോവും, അല്ല വെറുതെ ആണെങ്കിൽ വെറുതെ കഴിക്കാം, എന്തെങ്കിലും പപ്പടമോ അങ്ങനെ ഉണ്ടെങ്കിൽ. പക്ഷെ ഇതൊരു എന്താ പറയുക, സാധാരണ നമ്മൾ ഒതൻറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന എന്താ തക്കാളി റൈസ് അല്ല. അതുകൊണ്ട് കാരണം അച്ചാറ് അങ്ങനെയുള്ള സാധനങ്ങളെക്കാളും തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റ്. കാരണം ബട്ടറൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് ഇനി ഇത് പ്ലേറ്റിംഗ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അതിലേക്ക് മാറ്റി കൊടുക്കാം. ഓ കൈ കൂടുന്നു. നമ്മൾ മാറ്റി വെച്ചില്ല 3 തക്കാളി, നമുക്കിന്നെ സൈഡിലേക്ക് വെച്ച് ഒന്ന് എന്താ പറയുക, ഒന്ന് അലങ്കാരപ്പണി ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ മല്ലിയില ഇങ്ങനെ വളർന്ന് വരട്ടെ. ഭംഗിയുണ്ടോ? ഒരു കൈ തട്ടി അറിയാണ്ട് ഒരു ഇച്ചിരി ബട്ടർ വീണ് പോലെ. ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരുന്നത് കേട്ടോ. പക്ഷെ അത് ടോട്ടൽ 2 ക്യൂബ്സ് ബട്ടറായിരുന്നു. പക്ഷേ ഇപ്പം 2.5 ആയി കേട്ടോ. ഇതിങ്ങനെ മേളിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ജീവിതത്തിൽ അങ്ങനല്ലേ, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, അത് അതിൻ്റെ വഴിക്ക് വിടുക. പക്ഷെ എല്ലാം നല്ലത് ഇപ്പം ഭംഗിയായി ടേസ്റ്റിയായി. നോക്കട്ടെ, സൂപ്പർ സാധനം കേട്ടോ. ഇതിൻ്റെ കൂടെ ഒന്നും കഴിക്കണ്ട കേട്ടോ, ഇത് മാത്രം മതി. നല്ല ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ 2-3 സ്പൂൺ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാൻ നല്ല. കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം, മുട്ടയോ ചിക്കൻ ഫ്രൈഡ് ചിക്കനോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇനിയും നമ്മുടെ മുഖാമുഖം കാണുന്നത് വരെ ടാറ്റാ.